2 ക്രോണിക്കൽ അതിന്റെ 20-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് എങ്കിൽ 2 Chronicles 20 verse 3 and 4. അവിടെ നമുക്ക് ഇപ്രകാരം കാണുന്നു, ഹല്ലേലൂയ, തന്റെ രാജ്യത്തിനെതിരായിട്ട് 2-3 രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്യുവാൻ കടന്നു വരുന്നതായിട്ട്. So we could see that the 2-3 nations together fighting against the Judah. മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മേയൂരിൽ ചെന്ന് യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. And we could see that 3 different nations are coming together to fight against Judah. ഇത് കണ്ട യഹോശാഫാത്ത് രാജാവ് ഭയത്തോടെ ഹല്ലേലൂയ നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. So we can see that when they've been got aware of this situation. എന്നാൽ അവൻ ഭയപ്പെട്ട് ഓടുക മാത്രമല്ല ചെയ്തത്. The king got feared, but he was not only under fear, but he was doing something else. അവൻ ഭയപ്പെട്ട് ഹല്ലേലൂയ ചെയ്തത് എന്തെന്ന് ചോദിച്ചാൽ അവൻ ദേശത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അത്രേ. Again, the king Jehoshaphat, he has proclaimed a fasting unto the nation. ദൈവപൈതലേ, ഇവിടെ ഹല്ലേലൂയ രാജ്യത്ത് ഉപവാസം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. The nation had been proclaimed with a fasting, but there's an outcome come up. ആ ചെറു കൂട്ടത്തിൽ നിന്നുകൊണ്ട് യഹോശാഫാത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നു. The king Jehoshaphat is proclaiming like this. നിങ്ങൾ ഭയപ്പെടേണ്ടത്രേ. Within the small group, he said, "Fear not." യഹോവയാം ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. Amen. He said that the Jehovah himself will deal with the battle. അതെന്നെ നിങ്ങൾക്ക് വേണ്ടി ഇനി യുദ്ധം ചെയ്യുന്നത് യഹോവയാം ദൈവം തന്നെ. Amen. The battle is belong to the Jehovah himself. Lord. Hallelujah. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. I believe you're all with me. ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതിയിരുന്നുവെങ്കിൽ, yes, you have been fighting alone all this while. ഇനി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നിങ്ങളല്ലത്രേ യഹോവയാം ദൈവം. You are not going to be fighting the battle alone anymore. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പിശാചിനെതിരെ ഇനി പോരാടുന്ന നിങ്ങളല്ലത്രേ യഹോവയാം ദൈവം അത്രേ. The poverty and the sickness and the stress, everything that is bringing by the evil, but you are not going to be fight against it. The battle belongs to the Lord. യഹോവയാം ദൈവം യുദ്ധക്കളത്തിൽ ഇറങ്ങിയാൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? Do you know what happens when Jehovah himself come into the battlefield? യഹോവയും കൂട്ടരും ജയാളിയായി മടങ്ങി വന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see from the scripture itself that Jehoshaphat and his all the nation had come back as victorious. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജയാളിയായി മടങ്ങി വരുവാൻ. You are going to be victorious in coming days. നിങ്ങൾ ദൈവസന്നിധിയിൽ ജയാളിയായി തീരുവാൻ പോവുകയാണ്. You are going to be victorious by the presence of the Lord. കൂട്ടരും യഹോവയെ സ്തുതിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഒരു പരിവർത്തനം സംഭവിക്കും. Amen. Hallelujah. Hallelujah. The coming days we are going to see a work of the Spirit happening and working around us and inside us, within us.